തെരഞ്ഞെടുപ്പ് സർവേ എന്ന പേരിൽ ഇപ്പോൾ പുറത്തുവരുന്നത് യാഥാർത്ഥ്യമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കായംകുളത്ത് പറഞ്ഞു. LDF പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങൾ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് തീരുമാനമെടുക്കുന്നത്. 2021 തുടർഭരണം സാധ്യമായത് അങ്ങനെയാണെന്നും 10 വർഷത്തെ LDF ഭരണം എല്ലാ മേഖലയിലും വലിയ മാറ്റം കൊണ്ടുവന്നുവെന്നും പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ സർവേ എന്ന പേരിൽ ഇപ്പോൾ പുറത്തുവരുന്നത് യാഥാർത്ഥ്യമല്ലെന്നും ജനങ്ങൾ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് തീരുമാനമെടുക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. LDF സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് U പ്രതിഭയുടെയും TT ജിസ്മോന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കായംകുളത്ത് സംഘടിപ്പിച്ച LDF പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അടുത്ത ഘട്ടം വരുമ്പോൾ പലതരത്തിലുള്ള കണക്കുകൾ പ്രസിദ്ധീകരിച്ച ആളുകൾ തൃപ്തി അടയാൻ നോക്കൂ. ഇതാദ്യത്തേതല്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ. UDF കൊടുത്ത സീറ്റിന് കണക്കുണ്ടോ? LDF എത്ര കുറവായിരുന്നു? അതായിരുന്നില്ലേ സർവേ 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 എന്നും പറഞ്ഞുകൊണ്ട് വന്ന കണക്കുകൾ. പക്ഷേ ജനങ്ങളാണല്ലോ യഥാർത്ഥ വിധികർത്താക്കൾ. ജനങ്ങൾ വിധി നൽകിയപ്പോൾ LDF 91 നിന്ന് 99 ഉയർന്നു. ഇപ്പോൾ വീണ്ടും സർവേ സർവേ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഒരു സംശയമില്ല, കഴിഞ്ഞ എണ്ണത്തിൽ നിന്നും കൂടുതൽ എണ്ണത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF ഉയരാൻ പോകുന്നത്. നമ്മുടെ നാടിന് ലഭിക്കേണ്ട ന്യായമായ വിഹിതങ്ങൾ, നികുതി വിഹിതം, എന്താണ് അതിൻ്റെ അവസ്ഥ? രാജ്യത്തെ ജനങ്ങളുടെ 2.5% കേരളത്തിലെ ജനങ്ങൾ, ജനസംഖ്യ എടുത്താൽ. നികുതി വിഹിതം 1.9 എന്ന് പറഞ്ഞാൽ ജനസംഖ്യാനുപാതികമായി നികുതി വിഹിതമില്ല. അവിടെ വെട്ടിക്കുറവ്, സാരമായ വെട്ടിക്കുറവ്. ഒരുപാട് മേഖലകളിൽ കേന്ദ്രവീതം നൽകേണ്ടതുണ്ട്, എല്ലാറ്റിലും വെട്ടിക്കുറവ്. നമുക്കെന്തെങ്കിലും അയോഗ്യതയുണ്ടോ? അയോഗ്യതയില്ല എന്ന് മാത്രമല്ല, ഒരുപാട് യോഗ്യതകൾ രാജ്യത്തിന് കേരളം സംഭാവന ചെയ്തിരിക്കുന്നു. 2021 തുടർഭരണം സാധ്യമായത് ജനങ്ങൾ പിന്തുണ നൽകിയാണ്. ഇത്തവണയും ജനവിധിയും മറിച്ചാകില്ല. LDF വൻ ഭൂരിപക്ഷത്തിൽ തന്നെ ഭരണം നിലനിർത്തുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. മഹാപ്രളയവും ഓഖിയും നിപ്പയും കോവിഡുമൊക്കെ സംഭവിച്ചപ്പോൾ കേരളത്തിന് അർഹമായ സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ചൂരൽമല, മുണ്ടക്കൈ ദുരിതത്തിലും കേന്ദ്ര സഹായമുണ്ടായില്ല. ജനസംഖ്യയുടെ 2.5% കേരളത്തിലുള്ളത്. നികുതി വിഹിതം 1.9% മാത്രമാണ് തരുന്നത്. മറ്റു പല സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം വാരിക്കോരി സഹായം നൽകുന്നുണ്ട്. കേന്ദ്രത്തിന് അർഹമായത് നേടിയെടുക്കുന്നതിൽ കോൺഗ്രസും UDFും ഒപ്പം നിൽക്കുന്നില്ല. അവരുടെ MPമാരും കേരളത്തിന്റെ ആവശ്യം ഉന്നയിക്കുന്നില്ല. കേരളം തകരട്ടെ എന്നാണ് ഭാവം. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് 10 വർഷത്തെ ഭരണം എല്ലാ മേഖലയിലും വലിയ മാറ്റം കൊണ്ടുവന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.